Example 5.3 question ഇതാണ്. A square pyramid base edge 20 mm and height 30 mm is resting with its base on HP with the base edges equally inclined to VP. It is cut by a section plane perpendicular to VP inclined at 40 degree with VP. 40 degree with HP and passing through a point on the axis 15 millimeter from the apex. Draw the development of the truncated pyramid. ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. സോ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കണക്ക് തന്നെ 20 മില്ലിമീറ്റർ ബേസ് എഡ്ജ് ഉള്ളതും 30 മില്ലിമീറ്റർ ഹൈറ്റ് ഉള്ളതുമായിട്ടുള്ള ഒരു സ്ക്വയർ പിരമിഡ് വരച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട് സ്ക്വയർ പിരമിഡിൻ്റെ ബേസ് എഡ്ജസ് വി പി ആയിട്ട് അല്ലെങ്കിൽ എക്സ് വൈ ലൈനായിട്ട് ഈക്വലി ഇൻക്ലൈൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഈ രീതിയിൽ വരച്ചു. എക്സ് വൈ ലൈനിൽ നിന്ന് താഴോട്ട് മാറി എത്ര ഡിസ്റ്റൻസ് മാറി വേണമെങ്കിലും നമുക്ക് സോളിഡ് വരയ്ക്കാം. അതിൽ യാതൊരു പ്രശ്നവുമില്ല. ക്വസ്റ്റ്യൻ അത് പറഞ്ഞിട്ടില്ല എത്ര ഡിസ്റ്റൻസ് താഴോട്ട് മാറി വരയ്ക്കണം അല്ലെങ്കിൽ എത്ര ഡിസ്റ്റൻസ് മുമ്പോട്ട് മാറി വരയ്ക്കണം എന്ന് പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് നമുക്ക് എത്രയെങ്കിലും നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് താഴോട്ട് മാറി നമ്മൾ ടോപ്പ് വ്യൂ വരച്ചു. ടോപ്പ് വ്യൂവിൽ നിന്ന് നേരെ പ്രൊജക്റ്റ് ചെയ്ത് ഫ്രണ്ട് വ്യൂ വരച്ചു. അതിനുശേഷം ഞാൻ കട്ടിംഗ് പ്ലെയിൻ വരച്ചു. അതായത് ദ സോൾഡ് ഈസ് കട്ട് ബൈ എ സെക്ഷൻ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു വി പി. പഴയ പോലെ തന്നെ വി പിക്ക് പെർപെൻഡിക്കുലർ ആണെങ്കിൽ എക്സ് വൈ ലൈനിന് മുകളിലാണ് കട്ടിംഗ് പ്ലെയിൻ വരിക, അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂവിലാണ് കട്ടിംഗ് പ്ലെയിൻ വരിക. ഫ്രണ്ട് വ്യൂവിൽ കട്ടിംഗ് പ്ലെയിൻ വരും. ആൻഡ് ദ കട്ടിംഗ് പ്ലെയിൻ പാസസ് ത്രൂ ദി ആക്സിസ് അല്ലെങ്കിൽ പാസസ് ത്രൂ എ പോയിൻറ്റ് വിച്ച് ഈസ് 15 mm ഫ്രം ദി അപ്പെക്സ് അല്ലെങ്കിൽ ബിലോ ദി അപ്പെക്സിൽ നിന്നും 15 മില്ലിമീറ്റർ താഴോട്ട് മാറിയൊരു പോയിൻ്റ് ഉണ്ട്. ആ പോയിൻറ്റിൽ കൂടെയാണ് കട്ടിംഗ് പ്ലെയിൻ പാസ് ചെയ്യുന്നത്. ഓക്കെ, അത്രയും നമ്മൾ പറഞ്ഞു. അതുമാത്രമല്ല കട്ടിംഗ് പ്ലെയിൻ്റെ ആംഗിൾ പറഞ്ഞിട്ടുണ്ട് 40 ഡിഗ്രി ഹൊറിസോണ്ടൽ പ്ലെയിൻ ആയിട്ട് 40 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടാണ് കട്ടിംഗ് പ്ലെയിൻ പാസ് ചെയ്യേണ്ടത്. ഇത്രയും പറഞ്ഞു. ഡ്രോ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ദി ട്രങ്കേറ്റഡ് പിരമിഡ് എന്നാണ് ക്വസ്റ്റ്യൻ അത് പറയുന്നത്. ഈ ട്രങ്കേറ്റഡ് പിരമിഡ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഇത്രയും നാൾ വരച്ചത് എങ്ങനെയാണോ അല്ലെങ്കിൽ തൊട്ട് മുമ്പ് നമ്മൾ വരച്ച ഡെവലപ്മെൻറ്റ്സ് ഓഫ് സെക്ഷൻ ഓഫ് സോളിഡ്സ് എങ്ങനെയാണോ ആ സെയിം രീതിയാണ്. ഈ ട്രങ്കേറ്റഡ് പിരമിഡ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ സോളിഡിനെ ഒരു കട്ടിംഗ് പ്ലെയിൻ ഉപയോഗിച്ച് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ കട്ടിംഗ് പ്ലെയിനിന് മുകളിലോട്ടുള്ള പോർഷൻ, അതായത് നമ്മൾ സോളിഡിനെ കട്ട് ചെയ്തതിന് ശേഷം കട്ടിംഗ് പ്ലെയിനിന് മുകളിലോട്ടുള്ള പോർഷൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കട്ടിംഗ് പ്ലെയിനിന് താഴോട്ടുള്ള പോർഷൻസിനെ മാത്രമായി പറയുന്നതാണ് ട്രങ്കേറ്റഡ് പിരമിഡ് എന്ന് പറയുന്നത്. ഓക്കെ, കട്ടിംഗ് പ്ലെയിൻ പാസ് ചെയ്യുന്ന അല്ലെങ്കിൽ കട്ടിംഗ് പ്ലെയിനിന് മുകളിലോട്ടുള്ള പോർഷൻസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് റിമൈനിങ് ആയിട്ടുള്ള പോർഷൻ പറയുന്ന പേരാണ് ട്രങ്കേറ്റഡ് പിരമിഡ് അല്ലെങ്കിൽ ട്രങ്കേറ്റഡ് സോളിഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പെക്സ് കാണത്തില്ല. അപ്പെക്സ് ഉൾപ്പെടെ നമ്മൾ കട്ടിംഗ് പ്ലെയിൻ പാസ് ചെയ്ത ആ പോർഷൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ബാക്കി റിമൈനിങ് ആയിട്ടുള്ള പോർഷൻ്റെ ഡെവലപ്മെൻറ്റ് കാണിക്കുക. അത് നമ്മൾ പഴയ ചെയ്തതുപോലെ തന്നെയാണ്. സോ ഞാൻ ആദ്യം കട്ടിംഗ് പ്ലെയിൻ പാസ് ചെയ്തു, കട്ടിംഗ് പോയിൻറ്റ്സ് മാർക്ക് ചെയ്തു. ഇവിടെ 1 ഇവിടെ 2 പോയിൻ്റ് ഉള്ളത് കാരണം 2 ആൻഡ് 3 ഇവിടെ ഒരു പോയിൻ്റ് ഉള്ളത് കാരണം 4 ഇനി ആ പോയിൻറ്റ്സിനെ താഴോട്ട് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുക. ആദ്യം 1 എന്നുള്ളത് പ്രൊജക്റ്റ് ചെയ്യുക. ആദ്യം നോക്കേണ്ടത് 1 എന്നുള്ളത് ഏത് എഡ്ജിലാണെന്ന് നോക്കുക. A' എന്ന് പറയുന്ന എഡ്ജിലാണ് 1 ഉള്ളത്. സോ നമ്മൾ ടോപ്പ് വ്യൂവിൽ OA എന്ന് പറയുന്ന എഡ്ജ് നോക്കിക്കേ, ഇതാണ്. സോ നേരെ താഴോട്ട് പ്രൊജക്റ്റ് ചെയ്ത് ആ പോയിൻ്റ് മാർക്ക് ചെയ്യുക. സോ ഇതാണ് നമ്മളുടെ 1. ടോപ്പ് വ്യൂവിൽ സെക്ഷൻ കാണിക്കേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ ജസ്റ്റ് കാണിക്കുകയാണ്. ഇതാണ് നമ്മളുടെ 1, 2 and 3 എവിടെയാണ് കിടക്കുന്നത്? O', B' ആൻഡ് O', D' എന്ന് പറയുന്ന വെർട്ടിക്കൽ എഡ്ജിലാണ് കിടക്കുന്നത്. അതിനെ താഴോട്ട് പ്രൊജക്റ്റ് ചെയ്ത് ഇതിൽ കാണിക്കാൻ പ്രയാസമായതുകൊണ്ട് നമുക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. തൊട്ടടുത്തുള്ള ട്രൂ ലെങ്ത് തരുന്ന എഡ്ജിലേക്ക് അതിനെ ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കുക. അതിനുശേഷം അതിനെ താഴോട്ട് പ്രൊജക്റ്റ് ചെയ്ത് ട്രൂ ലെങ്ത് തരുന്ന ഏത് എഡ്ജിലേക്കാണോ നമ്മൾ ഇതിനെ ട്രാൻസ്ഫർ ചെയ്തത് ആ സെയിം എഡ്ജിൽ തന്നെ ടോപ്പ് വ്യൂവിലും കാണിക്കണം. അത് അതിനുശേഷം കോമ്പസ് ഉപയോഗിച്ച് ആ ഡിസ്റ്റൻസ് നമ്മളിപ്പോൾ ട്രാൻസ്ഫർ ചെയ്ത പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എടുത്ത് നമ്മളുടെ ODയിലും OBയിലും മാർക്ക് ചെയ്യുക. കണ്ടോ, നമുക്ക് ആ 2 പോയിൻറ്റ്സ് കിട്ടി, OD ആൻഡ് OB. ഇനി നമ്മൾ നെയിം ചെയ്യുക. ദിസ് ഈസ് 2,
ദിസ് ഈസ് 3. ഇനി 4 എന്ന് പറയുന്നത് O ഡാഷ് C ഡാഷ് ആണ്. ആ OC എന്ന് പറയുന്നത് ട്രൂ ലെങ്ത് ആണ് തരുന്നത്. അതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും അറിയാനില്ല, നേരെ താഴോട്ട് പ്രൊജക്റ്റ് ചെയ്യുക, ഈ പോയിന്റിൽ കാണിക്കുക. ഇതാണ് 4 എന്ന് പറയുന്നത്. 4. അതിനുശേഷം ഇതെല്ലാം തമ്മിൽ ജോയിൻ ചെയ്യാമെങ്കിൽ നമുക്ക് ടോപ്പ് വ്യൂവിൽ സെക്ഷൻ കാണാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, വെറുതെ ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. അതിനുശേഷം അതിൻ്റെ ഉൾവശം റിമൂവ് ചെയ്ത് കഴിയുമെങ്കിൽ നമുക്ക് കിട്ടും. നമുക്ക് ഫിഗറിനകത്ത് യൂണിവേഴ്സിറ്റി എക്സാമിന് വരയ്ക്കുമ്പോൾ ക്വസ്റ്റിനകത്ത് എടുത്ത് പറയുകയാണെങ്കിൽ, സെക്ഷണൽ പ്ലാൻ വരയ്ക്കാൻ പറയുകയാണെങ്കിൽ മാത്രം വരച്ചാൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഡെവലപ്മെൻറ്റിലേക്ക് പോകാം. ഡെവലപ്പ് ചെയ്യുമ്പോൾ നമുക്കിനി എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഈ ഒരു ഫിഗർ കിട്ടി, കട്ടിംഗ് പ്ലെയിൻ പാസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി, കട്ടിംഗ് പോയിൻറ്റ്സ് കിട്ടി. ഇനി നമുക്ക് ട്രൂ ലെങ്ത് തരുന്ന ഒരു ലാറ്ററൽ എഡ്ജിനെ ആദ്യം ഇങ്ങോട്ട് വരയ്ക്കുക. നോക്കിക്കേ, O ഡാഷ് C ഡാഷ് ട്രൂ ലെങ്ത് തരുന്നുണ്ട്, O ഡാഷ് A ഡാഷും ട്രൂ ലെങ്ത് തരുന്നുണ്ട്. സോ ആ ലെങ്ത് എത്രയാണെന്ന് മെഷർ ചെയ്യുക. സോ ആ ലെങ്ത് മെഷർ ചെയ്യുക. സോ നമ്മൾ ഈ ലെങ്ത് ഒന്ന് മെഷർ ചെയ്ത് നോക്കുക എത്രയാണെന്ന്. 3.3. സോ ആ 3.3 എന്ന് പറയുന്ന ലെങ്ത് ഞാൻ ഇങ്ങോട്ട് മാറ്റി 3.3 ഇങ്ങോട്ട് വരച്ചു. അതായത് O ഡാഷ് C ഡാഷിൻ്റെ ആ ലെങ്ത്, അല്ലെങ്കിൽ ട്രൂ ലെങ്ത് തരുന്ന ഒരു ജനറേറ്ററിൻ്റെ ലെങ്ത് ഇങ്ങോട്ട് മാർക്ക് ചെയ്തു. ഇത് ഞാൻ O എന്ന് തന്നെ നെയിം ചെയ്തു. അതിനുശേഷം ഈ ലെങ്ത് റേഡിയസ് ആക്കി എടുത്തുകൊണ്ട് O സെൻറ്റർ ആക്കി വെച്ചുകൊണ്ട് ഞാനൊരു ആർക്ക് വരയ്ക്കാൻ പോവാണ്. കണ്ടോ, ആർക്ക് വരയ്ക്കുന്നത് നമുക്ക് കാണുക പോലും വേണ്ട, ലൈറ്റായിട്ട് വേണം ആർക്ക് വരയ്ക്കാൻ. ആർക്ക് വളരെ ലൈറ്റ് ആയിരിക്കണം, നമുക്കത് കാണുക പോലും വേണ്ട. സോ ഞാനിപ്പോൾ ഇവിടെ ആർക്ക് വരച്ചിട്ടുണ്ട്. അതിനുശേഷം എന്താ ചെയ്യുക? ഇനിയും ബേസ് എഡ്ജസിനെ ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. നമുക്ക് സ്ക്വയർ ആയത് കാരണം 4 ബേസ് എഡ്ജാണുള്ളത്. സോ ആ 4നെ ഞാൻ ഇങ്ങോട്ട് മാർക്ക് ചെയ്യുകയാണ്. 1, 2, 3, 4. 4നെ മാർക്ക് ചെയ്തു. ഒന്ന് നെയിം ചെയ്തേക്കുക. ഇത് A, B, C, D ആൻഡ് വീണ്ടും A. ഇനി എന്താ ചെയ്യുന്നത്? ബേസ് എഡ്ജസ് തമ്മിൽ ജോയിൻ ചെയ്യുക. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ പ്രൊജക്ഷനകത്ത് ഡെവലപ്മെൻറ്റ്സിനകത്ത് നേരത്തെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് തമ്മിൽ ജോയിൻ ചെയ്യുക, അപ്പെക്സിൽ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുക. ശ്രദ്ധിക്കുക, നമ്മളത് വരച്ച് കഴിഞ്ഞു. ഇനി എന്താണ്? ഈ കട്ടിംഗ് പോയിൻറ്റ്സിനെ ഇങ്ങോട്ട് കാണിക്കുക. ആദ്യം നമുക്ക് 1 ഡാഷ് ആണ് കാണിക്കേണ്ടത്. 1 ഡാഷ് എന്നുള്ളത് O ഡാഷ് A ഡാഷിലാണ്. അപ്പോൾ നമുക്കതിനെ ഇങ്ങോട്ട് കാണിക്കാം. അതിന് മുമ്പ് O ഡാഷ് A ഡാഷ് ട്രൂ ലെങ്ത് തരുന്നുണ്ടോ എന്ന് നോക്കുക. ഉണ്ട്, O ഡാഷ് A ഡാഷ് ട്രൂ ലെങ്ത് തരുന്നുണ്ട്. അതെങ്ങനെ മനസ്സിലായി? ടോപ്പ് വ്യൂവിൽ OA എന്ന് പറയുന്ന എഡ്ജ് XY ലൈനിന് പാരലായിട്ട് ആയതുകൊണ്ട് O ഡാഷ് A ഡാഷ് ട്രൂ ലെങ്ത് തരുന്നുണ്ട്. ഇനി എന്താണ്? O ഡാഷ് തൊട്ട് 1 ഡാഷ് വരെയുള്ള ഡിസ്റ്റൻസ്. ഈ O ഡാഷ് മുതൽ 1 ഡാഷ് വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക. അത് കറസ്പോണ്ടിങ് നമ്മളുടെ OAയിൽ കാണിക്കുക. OA ഇവിടെ മാത്രമല്ല, 2 OA ഉള്ളതാണ്, രണ്ടിടത്തും കാണിക്കുക. സോ ഇത് കണ്ടോ, 1, 1. ഇനിയും 2, 3, 2 ആൻഡ് 3 നോക്കിക്കേ. O ഡാഷ് B ഡാഷിലും O ഡാഷ് D ഡാഷിലുമാണ്. പക്ഷേ അത് ട്രൂ ലെങ്ത് തരാത്തത് കൊണ്ട് നമ്മളതിനെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ആ ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ച ആ ലെങ്താണ് നമുക്ക് എടുക്കേണ്ടത്. അത് കറസ്പോണ്ടിങ് OBയിലും ODയിലുമാണ്. OB ആൻഡ് OD. സോ അവിടെയും കൂടെ നെയിം ചെയ്യുക 2 ആൻഡ് 3. ഇനി 4 എന്ന് പറയുന്നത് O ഡാഷ് C ഡാഷിലാണ്. ഈ O ഡാഷ് C ഡാഷ് ട്രൂ ലെങ്ത് തരുന്നത് കൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ആ ലെങ്ത് ഇവിടെ നിന്ന് എടുത്താൽ മതി. O ഡാഷ് ടു 4 അല്ലെങ്കിൽ 4 ഡാഷ് വരെയുള്ള ലെങ്ത് എടുക്കുക, നമ്മളുടെ O4ൽ കാണിക്കുക.
കണ്ടോ, നമുക്ക് ലെങ്ത് എല്ലാം കിട്ടിയാൽ ഇനി എന്താ ചെയ്യുക, ഇതെല്ലാം അങ്ങ് ജോയിൻ ചെയ്യിപ്പിച്ചാൽ പോരെ, എളുപ്പമല്ലേ. 1 to 2, 2 to 4, 4 to 3, 3 to 1. ഉണ്ടോ, നമുക്കെല്ലാം കിട്ടി. ഇനി എന്താ ചെയ്യുക, ഈ നമ്മൾ കട്ട് സെക്ഷൻ അല്ലെങ്കിൽ കട്ടിങ് പോയിൻറ്റ്സ് ജോയിൻ ചെയ്തതിൻ്റെ റിമൈനിങ് ആയിട്ടുള്ള അപ്പെക്സിലേക്കുള്ള പോർഷൻസ് മായ്ച്ച് കളഞ്ഞിട്ട് അതിനെ ഡോട്ടഡ് ലൈൻസ് ആയിട്ട് കാണിക്കുക. എന്നാലേ നമ്മളുടെ ആൻസർ ആകത്തുള്ളൂ. നിങ്ങൾ പേന യൂസ് ചെയ്യരുത് യൂണിവേഴ്സിറ്റി എക്സാമിന്, പെൻസിൽ കൊണ്ട് മാത്രം വേണം കാണിക്കാൻ. ഓക്കെ, ഇതാണ് നമ്മളുടെ ഫൈനൽ ആൻസർ. നോക്കുക, ഇതാണ് നമ്മളുടെ ഫൈനൽ ആൻസർ.